الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ഐഹിക ജീവിതത്തിലെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടണമെന്ന് ആദ്യമായി നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിച്ച വിഷയത്തെ സംബന്ധിച്ച് തന്നെ അതുമായി അനുബന്ധമായ കുറേ കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്നതിനാൽ അതേ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടി പറയാനാണ് ഈ ആഴ്ച ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിന്ന ബലാത്സംഗ കേസുകളെ സംബന്ധിച്ചും തൽസംബന്ധമായി നാട്ടിൽ നടക്കുന്ന ചർച്ചയെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത്. ഈ വിഷയകമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്, ഇത് സംബന്ധമായി ഇസ്ലാമിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ പരിഹാരമാർഗം എന്താണ്, ഇതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളായ നാം എങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിന് മുഴുവൻ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സമുദായം എന്ന നിലക്ക് ആദ്യമായി ഈ ദീനുൽ ഇസ്ലാം എന്താണ്, ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്, ദീനിൻ്റെ വിധികൾ എന്താണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലെ കുറ്റകൃത്യങ്ങൾക്ക് കണിശമായ ശിക്ഷ നിർണയിക്കുന്നത് നമുക്ക് കാണാം. അത് മനുഷ്യൻ്റെ എല്ലാ ജീവിത വശങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും അവക്കാവശ്യമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഹാരങ്ങൾ നിർണയിച്ചു കൊടുക്കുകയും അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചാൽ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ദീനാണ്. ആ ദീനിൻ്റെ അനന്തരഫലമായി മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും, സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാൻ സാധിക്കും, സുഭിക്ഷമായും സന്തോഷത്തോടുകൂടിയും പ്രയാസങ്ങളില്ലാതെയും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനെ നാം തുണ്ടം തുണ്ടമാക്കുകയാണ്. എന്നിട്ട് നമുക്ക് സൗകര്യമുള്ള കഷ്ണങ്ങൾ എടുത്ത് അതാണ് ദീനുൽ ഇസ്ലാം എന്ന് കൊട്ടിഘോഷിച്ച് അതിൻ്റെ പിറകെ കൂടി മറ്റുള്ളതിനെയൊക്കെ വലിച്ചെറിയുന്ന ഒരു നിലപാടാണ് മുസ്ലിം സമൂഹം സ്വീകരിക്കുന്നത്.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ദുനിയാവിൽ ഏത് തരത്തിലുള്ള ഒരു ജീവിതക്രമമാണോ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണോ ഇവിടെ സൃഷ്ടിച്ചെടുക്കേണ്ടത്, അത് സാധിക്കാതെ പോകുന്നു. മുസ്ലിമീങ്ങൾ എന്ന പേരിൽ വലിയ ഒരു വിഭാഗം ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെയും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ സ്വാഭാവികമായ ഫലവും നന്മയും നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല വികലമായ ദീന് കൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വളരെ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനുമൊക്കെ വളരെ ഡാമേജ് ഏൽപ്പിക്കുന്ന ഒരു നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കുറ്റകൃത്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുക്കുന്നുണ്ട്. മനുഷ്യൻ സ്വാഭാവികമായും അവനിൽ നിന്ന് പലതരത്തിലുള്ള തെറ്റുകളും സംഭവിക്കും. അപ്പോൾ ഈ തെറ്റുകളും ഈ കുറ്റങ്ങളുമെല്ലാം സംഭവിച്ചാൽ പിന്നീടുള്ള പ്രതിവിധികൾ എന്താണ്, ഏത് രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ കൈകാര്യം ചെയ്താലാണ് അത് നിശ്ശേഷം ഇല്ലാതെയാക്കാൻ സാധിക്കുകയും സമൂഹത്തെ വെടിപ്പായും വൃത്തിയായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുക, ഇതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാമിൽ വ്യക്തമായ കൽപ്പനയും നിർദ്ദേശവും നമുക്ക് കാണാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നിർണയിച്ച കൂട്ടത്തിൽ ആ ഗണത്തിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പലതും നമുക്കറിയാം. മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് എന്താണ് ശിക്ഷ എന്ന് ഇസ്ലാമിൽ വിധിച്ചിട്ടുണ്ട്. മോഷണത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശിക്ഷ എന്ന് വിധിച്ചിട്ടുണ്ട്. കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരം, മാനഹാനം വരുത്തുക എന്നുള്ളവക്കുള്ള ശിക്ഷയുണ്ട്. വേറൊരാളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുക, അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, അതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധികളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ശിക്ഷാവിധികൾ വ്യക്തമായി നിർണയിച്ച് തന്നത് നമുക്ക് കാണാം. നാം അത് കൈയൊഴിച്ചിട്ടുണ്ട് എങ്കിലും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ഹിറാബ. ഹിറാബ എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഫുഖഹാക്കളുമൊക്കെ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ, നിയമഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ശീർഷകങ്ങൾ കൊടുക്കുകയും എഴുതി വെക്കുകയും ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഹിറാബ എന്ന് പറയുന്നത്. ഈ ഹിറാബ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശുദ്ധ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് എടുത്ത ഒരു വാക്കാണ്. ആ വാചകം, ആ ശുദ്ധ സൂക്തമാണ് നേരത്തെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു വയസ്അഊന ഫിൽ അർളി ഫസാദൻ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതുപോലെ തന്നെ അവൻ്റെ റസൂലിനോട് ആ യുദ്ധങ്ങൾ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും എല്ലാം തന്നെ പുല്ലായി തള്ളുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, അല്ലാഹുവിൻ്റെ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ പ്രതിഫലം, അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ എന്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്ത് വിശദീകരിക്കുന്നത്. അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്. ഒന്നുകിൽ അവരെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവരെ ക്രൂശിലേറ്റണം, എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലണം. സാധാരണഗതിയിലുള്ള വെടിവെച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ വാളുകൊണ്ട് കൊല്ലുകയോ ചെയ്യുന്ന രീതിയാണ് യുഖത്തലു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ള നിലപാടാണ് യുസല്ലബു. ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ ഛേദിക്കണം. അങ്ങനെ കൈകാലുകൾ ഛേദിച്ചുകൊണ്ട് ഏറ്റവും കനത്ത ശിക്ഷ അവർക്ക് കൊടുക്കണം. ഔ യുൻഫൗ മിനൽ അർള്, അല്ലെങ്കിൽ അവരെ നാട് കടത്തണം. ആ രൂപത്തിൽ നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ അങ്ങേയറ്റം തലവേദന സൃഷ്ടിക്കുന്ന ഈ സമൂഹത്തെ നാട് കടത്തിക്കൊണ്ട് ആ സമുദായത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തണം. ഇങ്ങനെയുള്ള ശിക്ഷാവിധികളെല്ലാം ഈ ഹിറാബ എന്ന് പറയുന്ന തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചത് കാണാം. അപ്പോൾ ഹിറാബ എന്ന് പറയുന്ന തെറ്റാണ് അവർ ചെയ്യുന്നത്.
ആ തെറ്റിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. പക്ഷേ അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷ ഒന്നുകിൽ വധശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റുക, അല്ലെങ്കിൽ അവരെ കൈകാലുകൾ ഛേദിച്ചുകൊണ്ട് അവരെ അംഗഭംഗം ചെയ്യുക, അല്ലെങ്കിൽ അവരെ നാടുകടത്തുക. ഓരോ കുറ്റത്തിന്റെയും സ്വഭാവമനുസരിച്ചും ഗൗരവമനുസരിച്ചും അതിലെ മൃഗീയതയനുസരിച്ചും ഈ ശിക്ഷയുടെ തോതുകളും മാറി മാറി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കുറ്റകൃത്യത്തിന് ഒരേ ഒരു ശിക്ഷ എന്നുള്ളതല്ല, പല ശിക്ഷകളുമാണ് നിർണയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ നിർണയിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ആ കുറ്റകൃത്യം എല്ലാവരുടെയും എല്ലായ്പ്പോഴും ഒരേ ഒരു തോതിലും ഒരേ ഒരു അളവിലും ആയിക്കൊള്ളണമെന്നില്ല. വളരെ ക്രൂരമായ, വളരെ മൃഗീയമായ, വളരെ രാക്ഷസീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പീഡനങ്ങളും ബലാത്കാരങ്ങളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകളാണ് കൊടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം. എന്നാൽ എന്താണ് ഹിറാബ്? അല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ രീതി എങ്ങനെയാണ്, ഏതൊക്കെയാണ് അതിൽ പെടുക എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, നിയമഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നു, വയദ്ഖുലു ഫീ മഫ്ഹൂമിൽ ഹിറാബത്തി അൽ ഇസാബാത്തുൽ മുഖ്തലിഫ. ഈ തരത്തിലുള്ള ഹിറാബ എന്ന് പറയുന്ന ഇതിന്റെ ഇനത്തിൽപ്പെട്ട ആ കൂട്ടർ, ആ വിശേഷണങ്ങളിൽ പെടുന്നതാണ് പ്രത്യേക തരത്തിലുള്ള സംഘങ്ങൾ, കൊള്ള സംഘങ്ങളും അതുപോലെ തന്നെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ സംഘങ്ങളും. കൈസാബത്തിൽ ഖത്തിൽ, കുറ്റകൃത്യങ്ങൾ, അതായത് മറ്റുള്ളവരെ കൊല്ലുക. ഖത്തിൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന, അങ്ങനെ കൊന്ന് മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള കുറ്റവാളികളുടെ ഗ്യാങ്ങുകൾ അതിൽപ്പെടുന്നു. വൈസാബത്ത് ഖത്ഫിൽ അത്ഫാൽ, കുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന, അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരായ ആളുകൾ, അവരും അൽ ഹെറാബ എന്ന് പറയുന്ന ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. വൈസാബത്തിൽ ലുസൂസിൽ ലിസ്വത്വി അലൽ ബുയൂത്തി വൽ ബുനൂക്ക്, അതുപോലെ വീടുകളിലും അതുപോലെ ജനങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിച്ച ബാങ്കുകളിലും അവരുടെ സമ്പത്ത് മറ്റുമൊക്കെ സൂക്ഷിച്ച ബാങ്കുകളുടെയും അവിടെ ഭവനഭേദനങ്ങൾ നടത്തി അവിടുത്തെ പണം കൊള്ളയടിക്കുന്ന അത്തരത്തിലുള്ള കൊള്ള സംഘവും ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വീടുകളിൽ അതിക്രമിച്ച് കയറി ഭവനഭേദനം നടത്തി അവിടുത്തെ സാമഗ്രികളെല്ലാം കൊള്ളയടിക്കുന്ന, അല്ലെങ്കിൽ ബാങ്കുകൾ കൊള്ളയടിക്കുന്ന ഇത്തരം ആളുകളെല്ലാം തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. വൈസാബത്തി ഖത്ഫിൽ ബനാത്തിൽ അദാറാലിൽ ഫുജൂരി ബിഹിന്ന, അതുപോലെ തന്നെ കന്യകകളായ പെൺകുട്ടികളെ അവരുമായി ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി അവരെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളും ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ്. വൈസാബത്തി ഇഖ്തിയാലിൽ ഹുക്കാമി ഇബ്തിഗാ അൽ ഫിത്നത്തി ഉൾതിറാബ് അൽ അംനി, അതുപോലെ തന്നെ നീതിന്യായങ്ങൾ നടപ്പാക്കേണ്ടവരും അതുപോലെ ക്രമസമാധാനം നടപ്പാക്കേണ്ടവരുമായ ഉദ്യോഗസ്ഥന്മാരെയും അതിന് ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി നാട്ടിൽ സമാധാന ഭംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളും ഈ ഇനത്തിൽപ്പെട്ടതാണ്. വൈസാബത്തി ഇത്ലാഫി സർഇ വഖത്ലിൽ മവാശി വദ്ദുറൂബ് വദ്ദവാബ്, അതുപോലെ തന്നെ കൃഷികൾ നശിപ്പിക്കുകയും കാലികളെയും മറ്റുമൊക്കെ തട്ടിക്കൊണ്ടുപോവുകയും ആ കാലികളെയും കൃഷികളെയും ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള കുറ്റവാളി സംഘങ്ങളുമൊക്കെ ഈ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ നിയമഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ഈ രൂപത്തിലുള്ള ഗുരുതരമായ പാപകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ നിസ്സങ്കോചം വളരെ ശക്തമായ വളരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഇസ്ലാമികമായ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്ലാമിന്റെ നിയമങ്ങളുടെ സ്വഭാവം തലയോടി വിടുക എന്നുള്ളതല്ല, കുറ്റവാളികളായ ആളുകളെ തലയോടി വിടുക, അങ്ങനെ അവർക്ക് സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ അവരോട് വളരെ സൗഹാർദ്ദപരമായ അവരിൽ നിന്ന് കാശ് വാങ്ങി അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യകൾ ഈടാക്കിക്കൊണ്ട് അവരെ മോചിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടൊരിക്കലും കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല. കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാവണമെങ്കിൽ വളരെ കർശനമായ നിലക്ക് അതിനെ നേരിടുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ഏത് നിയമവും പരാജയപ്പെടുന്നതിന്റെ മുഖ്യമായ ഒരു കാരണം
ഈ നിയമങ്ങൾ സൂക്ഷ്മമായി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. കാരണം ഈ നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടുന്ന നിരവധി ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി 1% കുറ്റവാളികൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളത്. പല കാരണങ്ങളാലും മറ്റുള്ളവരെല്ലാം തന്നെ രക്ഷപ്പെട്ടു പോവുകയും അവരെ മോചിതരായി കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൈക്കൂലി വാങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ നിയമ പ്രക്രിയയുടെ ദീർഘമായ തടസ്സങ്ങൾ കാരണത്താലും ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ പലപ്പോഴും തന്നെ കുറ്റവാളികൾ 99% രക്ഷപ്പെട്ടു പോവുകയും 1% മാത്രം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, ആ നിയമം നടപ്പാക്കുക എന്നുള്ളതും സൂക്ഷ്മമായി നടപ്പാക്കുക എന്നുള്ളതും വളരെ അനിവാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന്റെ മുഖ്യമായ കാരണം ആരാണോ നിയമം നടപ്പാക്കേണ്ടത് ആ ആളുകളാണ് ഈ ഇനത്തിലെ ഏറ്റവും വലിയ കേടികൾ എന്ന് നമ്മൾ മനസ്സിൽ തിരിച്ചറിയേണ്ടതുണ്ട്. നാട്ടിൽ സമാധാനം ഉണ്ടാക്കേണ്ടവർ, നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്വൈരമായും അഭിമാനത്തോടു കൂടിയും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ആളുകൾ, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റും പട്ടാളവും അതുപോലെയുള്ള ആളുകളുമൊക്കെ അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളിലും ബലാത്സംഗങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ വിഭാഗം എന്നുള്ള രൂപത്തിൽ എണ്ണപ്പെടുന്ന ആ നാട്ടിലെ സൈന്യം തന്നെ ആ നാട്ടിൽ ബലാത്സംഗങ്ങൾ നിർബാധം നടപ്പാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ആധുനിക ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവുമേറെ ബലാത്സംഗം നടന്നത് ബോസ്നിയയിൽ നടന്ന യുദ്ധവേളയിലാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടികൾ പോലും സുരക്ഷിതരാവാത്ത രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും അങ്ങനെ അതിന്റെ ആ വ്യഭിചാരത്തിലൂടെ അവർക്ക് ഗർഭിണികളായി തീരുകയും ഒരു നാടിനെ മുഴുവൻ തന്നെ നശിപ്പിക്കുകയും ചെയ്ത ഏറ്റവും ഹീനമായ പ്രവർത്തനമായിരുന്നു ബോസ്നിയയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ഉദാഹരണമാണ് നമുക്ക് ശ്രീലങ്കയിൽ കാണാൻ സാധിച്ചത്. ശ്രീലങ്കയിൽ തമിഴുകാരുമായിട്ടുണ്ടായിരുന്ന സംഘട്ടനത്തിൽ അവിടെ ബലാത്സംഗം ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഗ്രാമങ്ങൾ തന്നെ ധാരാളമായി കൊണ്ടുണ്ടായിരുന്നു എന്നും അത് അന്താരാഷ്ട്ര പ്രതിഷേധങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തിയ സംഭവവികാസമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ് കാശ്മീരിലെ യഥാർത്ഥത്തിൽ അവിടുത്തെ പല ഗ്രാമങ്ങളും ഇതുപോലെ കൂട്ടബലാത്സംഗത്തിനിരയാവുകയും ആ നാട്ടിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാരായ ആളുകൾ സമ്മതിക്കാതെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി തീർന്നു എന്നും പത്രറിപ്പോർട്ടുകളിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ ആ രീതിയിലുള്ള കൂട്ടബലാത്സംഗങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലുമൊക്കെ നടന്ന കലാപങ്ങൾ, ആ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ആരെയാണോ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ആരാണോ നാട്ടിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ആ വിഭാഗം തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ ബലാത്കാരം ചെയ്യുന്നവരുമായിട്ട് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കുറ്റകൃത്യങ്ങളെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എത്ര വലിയ നിയമങ്ങൾ പാസാക്കിയെടുത്താലും എത്ര ശക്തമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നമ്മളെ ഏടുകളിൽ എഴുതി വെച്ചാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഒരു നാട്ടിലും ഒരു പ്രദേശത്തും ഉണ്ടാകുന്നത് എങ്കിൽ ഈ കുറ്റകൃത്യങ്ങളെ തടയാൻ ഒരിക്കലും തന്നെ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിയമം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ശിക്ഷകൾ കൊണ്ട് മാത്രം ഈ കുറ്റകൃത്യങ്ങളെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ ബലാത്സംഗങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ മൊത്തത്തിലുള്ള അവസ്ഥ അതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീഷണമായ രീതിയിൽ വർദ്ധിച്ചു വന്നപ്പോൾ ഇതിന് എങ്ങനെയാണ് ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക, വിജയകരമായിട്ട് എങ്ങനെയാണ് ഈ സംഭവത്തെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംഘടനകളെയും അതുപോലെ ചിന്തകന്മാരെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി. അതായത് ഈ രൂപത്തിലുള്ള ബലാത്സംഗങ്ങളും പീഡനങ്ങളും കൂടുതൽ നാൾക്കുനാൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്.
ഇതിനെ തടയിടാനും ഇതിനെ ഇല്ലാതെയാക്കുവാനും നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഇന്ത്യയിലെ മിക്കവാറും സംഘടനകളോടും അതുപോലെ തന്നെ സുപ്രധാനമായ സാംസ്കാരിക നായകന്മാരോടുമൊക്കെ അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. ഈ അഭിപ്രായങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു ഇസ്ലാമിക സംഘടന പല നിർദ്ദേശങ്ങളും ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പല നിർദ്ദേശങ്ങളും ഈ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ മുന്നിൽ വെക്കുകയുണ്ടായി. ഒരു ദീർഘമായി പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ സുപ്രധാനമായ അതേ അവസരത്തിൽ ഇസ്ലാമികമായ ശരീഅത്തിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഈ ഇസ്ലാമിക സംഘടന യഥാർത്ഥത്തിൽ ജസ്റ്റിസ് വർമ്മ കമ്മീഷന്റെ മുന്നിൽ സമർപ്പിച്ചത്. അതിൽ പറയുകയുണ്ടായി, ഒന്നാമതായി അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക ബന്ധം നടക്കാവൂ എന്നുള്ള തത്വം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ വ്യഭിചാരം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്നതുമൊക്കെ അവർ പരിഗണിക്കണമെന്നുണ്ട് എങ്കിൽ തന്നെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധങ്ങൾ നടക്കുന്നത് എങ്കിൽ അതൊരു കുറ്റകൃത്യമല്ല. ഇന്ത്യയുടെ നിയമം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ രണ്ടുപേരും ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ സമ്മതത്തോടു കൂടിയാണ് ഈ ലൈംഗിക ബന്ധം നടക്കുന്നത് എങ്കിൽ അതൊരു കുറ്റകൃത്യമല്ല. ഇത് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കണമെന്നും ഇത് വിവാഹത്തിലൂടെ അല്ലാതെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലൂടെ അല്ലാതെയുള്ള ലൈംഗിക ബന്ധങ്ങൾ മുഴുവൻ കുറ്റകൃത്യമായി അംഗീകരിക്കണമെന്നും ഇവിടെ ആവശ്യപ്പെടുകയുണ്ടായി. അതേപോലെ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ശിക്ഷാർഹമാക്കുക. ഈ രീതിയിൽ വിവാഹത്തിന് ബാഹ്യമായ രൂപത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നടക്കുന്ന ഈ ലൈംഗിക ബന്ധത്തെ അത് കുറ്റകൃത്യമായി അംഗീകരിക്കുകയും അതിന് ശിക്ഷ നൽകുകയും വേണം എന്നും രണ്ടാമതായി അതിൽ നിർദ്ദേശിക്കുന്നു. മൂന്നാമതായി ധാർമ്മിക വിദ്യാഭ്യാസം നടപ്പാക്കുക. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും അവർക്ക് വിശ്വാസമില്ല, അവർക്കൊരു ധർമ്മമില്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ല, അള്ളാഹുവിനെ ഭയമില്ല, പരലോകത്തെ പേടിയില്ല. ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാനോ ഇത് പഠിപ്പിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്ബോധനം നടത്താനോ ഉള്ള സംവിധാനങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മൂല്യങ്ങളെയും എല്ലാം പുല്ലായി പരിഗണിക്കുകയും അതിനെ അവഗണിക്കുകയും അതെല്ലാം തന്നെ എന്തോ മതമൂരാച്ചികളുടെയോ അല്ലെങ്കിൽ പഴഞ്ചന്മാരായ ആളുകളുടെയോ വിശ്വാസമാണ് എന്നുള്ള രീതിയിൽ അവർ വളർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ദൂഷ്യങ്ങളും പ്രകടമാവുകയാണ് എങ്കിൽ അതിനവരെ പഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികമായ ബോധവൽക്കരണം പുതിയ തലമുറക്ക് നിർബന്ധമായും സാധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ നമ്മുടെ സിലബസുകളിലുമൊക്കെ ഈ രൂപത്തിലുള്ള ധർമ്മോപദേശങ്ങൾക്കും ധാർമ്മികമായ നിർദ്ദേശങ്ങൾക്കും സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി അവന്റെ ചാരിത്രത്തോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു സന്മനസ്സും ആ രൂപത്തിലുള്ള ഒരു ശിക്ഷണവും നൽകപ്പെടേണ്ടതുണ്ട് എന്ന് ഈ നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹം പ്രയാസരഹിതമാക്കുക എന്നുള്ളതിലെ വേറൊരു നിർദ്ദേശമാണ്. അഥവാ വിവാഹം എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റത്തെ പ്രയാസകരമായ, അത് പല രക്ഷിതാക്കന്മാർക്കും പല കുടുംബങ്ങൾക്കുമൊക്കെ താങ്ങാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് 1, 2, 3 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളെ കെട്ടിച്ചയക്കാൻ സാധിക്കാതെ കണ്ട് അത് 10, 30 വയസ്സായിക്കൊണ്ട് അവിവാഹിതരായി കഴിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ സമൂഹത്തിലെ വിവാഹത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കപ്പെടുകയും എല്ലാം ഒത്ത് വന്നതിന് ശേഷം ആവശ്യമായ രീതിയിലുള്ള സ്ത്രീധനവും അതിനാവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രം വിവാഹം കഴിക്കുക എന്ന് പുരുഷന്മാർ തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിവാഹം എന്ന് പറയുന്നത് നീണ്ടു പോവുകയും അവിവാഹിതരായ പ്രായപൂർത്തിയെത്തിയ പ്രായം നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള തലമുറ ഒരു സമൂഹത്തിൽ വർദ്ധിച്ചാൽ അത്തരം കുറ്റകൃത്യങ്ങൾ കൂടുതലായി പ്രകടമാവുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം വളരെ ലളിതമായ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. പിന്നീട് പറയുന്നു പത്രദൃശ്യ മാധ്യമങ്ങളിൽ അശ്ലീലത ഇല്ലാതെയാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലിമുകൾ, അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, അതുപോലെ ഇത്തരത്തിലുള്ള ഈ അശ്ലീലമായ ചിത്രങ്ങളും വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി മാത്രമായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രമാസികകൾ,
ഇതാണ് നമ്മുടെ ചെറുപ്പക്കാരെ ഹരം കൊള്ളിക്കുന്നതും അവരാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിൽ മൊബൈൽ ഫോണുകളിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ അത് ചിത്രീകരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഏജൻസികളും അതിനുള്ള സംവിധാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രൂപത്തിൽ എല്ലാ രൂപത്തിലും ഒരു ലൈംഗികമായ അരാജകത്വം സൃഷ്ടിക്കാൻ സഹായകമായ അന്തരീക്ഷമാണ് വളർന്ന് കൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള ഒരു നിർദ്ദേശം മദ്യം നിരോധിക്കുക എന്നുള്ളതാണ്. മദ്യം എന്ന് നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേണ്ടത്ര വിശദീകരിച്ച ഒരു സംഭവമാണ്. മദ്യമാണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും നാരായ വേര് എന്നുള്ളത്. അപ്പൊ മദ്യപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനോട് ഒരു കൽപ്പനയും അല്ലെങ്കിൽ ഒരു നിയമവും അവിടെ പ്രസക്തമാവുകയില്ല. അവൻ തോന്നിയ മാതിരി ജീവിക്കുകയും അത് മൃഗത്തെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ആർക്കും എവിടെ വെച്ചും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സാധനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദ്യനിരോധം കൂടാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക ഒരിക്കലും സാധ്യമാവുകയില്ല. പിന്നെ മാനഭംഗ കേസുകൾക്ക് വധശിക്ഷ നൽകുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. നേരത്തെ നമ്മൾ പറഞ്ഞ ഹെറാബ എന്ന് പറഞ്ഞ ആ ശിക്ഷ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ തന്നെ നിർണയിച്ചതാണ്. ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ സ്ത്രീ പീഡനം നടത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ നൽകുക തന്നെ വേണം. നമ്മുടെ ശുദ്ധാത്മാക്കളായ ചില ആളുകൾ അവരൊരു പക്ഷേ ധരിക്കുന്നുണ്ടായിരിക്കാം വ്യഭിചാരത്തിന് ഇസ്ലാമിലെ ശിക്ഷ ഈ രൂപത്തിലുള്ളല്ലോ കുറച്ചും കൂടി ലാഘവമാണല്ലോ എന്ന്. പക്ഷേ കേവലം വ്യഭിചാരം എന്ന് പറയുന്ന അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നടക്കുന്ന ബന്ധങ്ങളെയാണ് വ്യഭിചാരം എന്ന് യഥാർത്ഥത്തിൽ വിളിക്കുന്നത്. അതേ അവസരത്തിൽ ബലാത്കാരം എന്ന് പറയുന്നത്, ബലാത്സംഗം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ ഒരു പാപമാണ്. അത് വ്യഭിചാരം എന്നുള്ള ഇനത്തിലല്ല പെടുന്നത്, ഹെറാബ എന്ന് പറയുന്ന ആ കുറ്റകൃത്യത്തിന്റെ ഇനത്തിലാണ് പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പണ്ഡിതന്മാരും നിയമവിശാരദന്മാരും ഒക്കെ ആ ഇനത്തിലാണ് അതിനെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ വളരെ കടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ മാനഭംഗ കേസുകൾക്ക് വധശിക്ഷ നൽകുക എന്നുള്ള കടുത്ത ശിക്ഷ ഇതിനെ നിശ്ചയിക്കേണ്ടതുണ്ട്. പിന്നീട് പറയുന്നു മിശ്ര വിദ്യാഭ്യാസം ഇല്ലാതാക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് എല്ലാ കലാലയങ്ങളിലും ചെറിയ തട്ട് മുതൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം വരെ ഒന്നിച്ച് നൽകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ പെൺകുട്ടികൾക്ക് മാത്രം സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ ഉയർന്ന PhD തലത്തിലുള്ള ആ സ്ഥാപനങ്ങൾ വരെ അത് അവരൊന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് ചിരിക്കുകയും ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ ലൈംഗികമായ വികാരങ്ങൾക്ക് പ്രചോദനം ലഭിക്കുകയും അത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പലപ്പോഴും നയിക്കുകയും ചെയ്യാൻ ഇടവരുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് മിശ്ര വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കണമെന്നും അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം ഇതിൽ നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ളത് അടുത്ത ക്രിമിനൽ നടപടികൾ ലഘൂകരിക്കുക എന്നുള്ളതാണ്. അഥവാ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ഒരു കേസിൽ അഥവാ ഒരാൾ കുടുങ്ങുകയാണ് എങ്കിൽ തന്നെ ആ കേസ് നടത്താൻ അയാൾ വളരെയേറെ പ്രയാസപ്പെടുന്നു. കോടതിയുടെ സങ്കീർണതകൾ മുഖേന അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട യോഗ്യരായ വക്കീലന്മാരെ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള തെളിവുകളും ന്യായങ്ങളും ഒക്കെ സജ്ജീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കുകയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ഇടക്ക് വെച്ച് കേസും വേണ്ട കുലുമാലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോകാൻ ഈ കേസ് കൊടുക്കുന്ന ആളുകൾ തയ്യാറാകുന്നു അല്ലെങ്കിൽ നിർബന്ധിതരാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കോടതി നടപടികളെ ലഘൂകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം കേസുകൾ എടുക്കുവാനും കൈകാര്യം ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നിരപരാധികളായ ആളുകൾ നിരപരാധിയാണ് എന്ന് വിധിക്കപ്പെടുന്നത് 12 കൊല്ലമോ 13 കൊല്ലമോ അയാൾ ജയിലിൽ കിടന്നതിന് ശേഷമാണ്. പല അനുഭവങ്ങളും അതാണ്. അത് ഈ ഭരണകൂടത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും കൊള്ളരുതായ്മയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നീതിന്യായ വ്യവസ്ഥ ഈ രൂപത്തിൽ പ്രയാസകരമാവരുത്. അത് ആളുകൾക്ക് നീതി ലഭിക്കാൻ വളരെ സുഗമമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പൊ അതാണ് അതിൽ പറഞ്ഞ വേറെ ഒരു നിർദ്ദേശം. പിന്നീടുള്ളത് അവസാനമായി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാക്കുക. പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലീസ് അത് കേസെടുക്കുകയോ FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണത്താൽ പലപ്പോഴും ഇത് കോടതികളിലെത്തുകയോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ വരികയോ ചെയ്യുന്നില്ല.
അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സ്ത്രീ പീഡനവും ബലാത്സംഗവും ഒക്കെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു ഇസ്ലാമിക സംഘടന അതിന്റെ വളരെ ഉത്തരവാദപ്പെട്ട നേതൃത്വം ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കുകയുണ്ടായി. പക്ഷെ ഇത്തരത്തിൽ വളരെ പ്രസക്തവും വളരെയേറെ ചിന്തനീയവുമായ ഈ നിർദ്ദേശങ്ങളെ അതിൽ നിന്ന് നമ്മുടെ മീഡിയ ആകെ തേടിപ്പിടിച്ച് കണ്ടെത്തിയത് മിശ്ര വിദ്യാഭ്യാസം വേണ്ട എന്ന് വെക്കണം എന്നൊരു നിർദ്ദേശം അതിൽ പറഞ്ഞിരിക്കുന്നു. ഇത് എന്തൊരു പഴഞ്ചൻ കാടത്വത്തിന്റെ ലക്ഷണമാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ മീഡിയകൾ മുതൽ പ്രാദേശികമായ മീഡിയകൾ വരെ അതൊരു ചർച്ചാ വിഷയമായി ആഘോഷിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തോ തരത്തിലുള്ള ഒരു അബദ്ധം പറഞ്ഞുപോയി, എന്തോ തരത്തിലുള്ള ഒരു ഷെയ്മായ കാര്യമാണ് ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കണം എന്നുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും വലിയ വിഡ്ഢിത്വം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, കുറ്റകൃത്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ അവസാനമായി ആ കുറ്റകൃത്യം ചെയ്യുമ്പോൾ മാത്രം ഇടപെട്ടുകൊണ്ട് അതിന് വധശിക്ഷ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഹാലളുകയും ചെയ്യുന്നു. ഒരാൾക്ക് ഒരു പെണ്ണിനോടിന്റെ കൂടെ ഏത് സന്ദർഭത്തിലും കൂടെ നടക്കാം, ഇരിക്കാം, കളിക്കാം, ചിരിക്കാം, കുടിക്കാം, അതുപോലെ തന്നെ രാത്രി സിനിമക്ക് പോകാം, അതുപോലെ രാത്രി എത്ര വൈകിയ സമയങ്ങളിലും അവർക്ക് ഒന്നിച്ച് കഴിയാം. അതെല്ലാം നിയമവിധേയമാണ്. അതിനൊന്നും തന്നെ ഒരു കുറ്റത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ല. അതേ അവസരത്തിൽ ഇങ്ങനെ കുടിച്ച് ലക്കായി സ്വബോധമില്ലാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബലാത്സംഗത്തിന് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ബലാത്കാരം ചെയ്താൽ ഉടനെ തന്നെ അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് അവിടെ വിളിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളുടേതായ കൊള്ളരുതായ്മകളാണ് പലപ്പോഴും കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ അടച്ചുറപ്പുള്ള രീതിയിലാണ് ആ നിയമങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ ഇത്തരത്തിലുള്ള മഹത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സ്ത്രീ പുരുഷന്മാരുടെ മിശ്ര വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പല സന്ദർഭങ്ങളിലും അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കൂടി കലരാതിരിക്കുക, അതാണ് കൂടുതൽ സുരക്ഷയ്ക്ക് നല്ലത് എന്നൊക്കെ നമ്മളുടെ സാധാരണ മനസ്സ് തന്നെ അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ലേഡീസ് ഓൺലി എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റുകൾ വണ്ടികളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല ടൗണുകളിലും പെണ്ണുങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ബസ്സുകൾ ഗവൺമെന്റ് തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥാപനങ്ങളും പെൺകുട്ടികൾക്ക് മാത്രമായി കൊണ്ട് നടത്തുന്നുണ്ട്. അതിന്റെ എല്ലാം തന്നെ പിന്നിലുള്ളൊരു തത്വമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിശ്രമായി കൊണ്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ മിശ്രമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സുരക്ഷിതത്വത്തിന്റെയോ അല്ലെങ്കിൽ സൗകര്യത്തിന്റെയോ സമാധാനത്തിന്റെയോ ഒക്കെ അന്തരീക്ഷത്തിന് കോട്ടമേൽപ്പിക്കുന്നു എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതുപോലെ തന്നെയാണ് മിശ്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരേ ക്ലാസ്സുകളിൽ ഒരേ രീതിയിൽ ആണും പെണ്ണും അവര് തുറന്നും ഏത് സന്ദർഭത്തിലും ഒന്നിച്ച് കഴിയുകയും ഒന്നിച്ച് ചിരിക്കുകയും ഒന്നിച്ച് കളിക്കുകയും അധ്യാപകന്മാർ ഉള്ള സാഹചര്യത്തിലും ഇല്ലാത്ത സാഹചര്യത്തിലും ഒക്കെ ഒന്നിച്ച് പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അനാരോഗ്യകരമായ തരത്തിലുള്ള പല പ്രവണതകളും അതിൽ നിന്ന് ഉടലെടുക്കും. അപ്പോൾ അത് ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു അനുഭവ സത്യമാണ്, അത് നിഷേധിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും അതേ അവസരത്തിൽ വളരെ പ്രസക്തമായ മറ്റു നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മൗനമവലംബിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, തീർച്ചയായും ഇത്തരത്തിലുള്ള മാർഗ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ തടയിടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ എത്ര കണ്ട് ശക്തമായ നിയമങ്ങൾ അവൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എത്ര കണ്ട് ശക്തമായ രീതിയിലുള്ള പരിഹാരങ്ങളെ സംബന്ധിച്ച് അവൻ അന്വേഷിച്ചാലും അവന്റെ ബുദ്ധിയും അവന്റേതായ തീരുമാനങ്ങളും ഒക്കെ പരിമിതമായിരിക്കും. അതിൻ്റെതായ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിലൂടെ നൽകുന്ന നിയമങ്ങളുടെ പ്രസക്തിയും യുക്തിയും അത് കാലാകാലം നിലനിൽക്കുകയും അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധം എന്ന് മനുഷ്യന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും. ഈ ഒരു തിരിച്ചറിവ് മുസ്ലിം സമൂഹം
സമൂഹത്തിന് ഉണ്ടാവണം. അവരെപ്പോഴും തന്നെ ഈ ശരീഅത്തിന്റെ നിയമങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ഈ ഒരു കാര്യം കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സൂക്ഷ്മമായി പഠിക്കാനും സ്വീകരിക്കാനും അത് അംഗീകരിച്ച് നടപ്പാക്കാനും നമുക്കെല്ലാവർക്കും ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.